നമസ്കാരം. BA ആളൂരിൻ്റെ മരണം കൊലപാതകമോ? ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. BA ആളൂരിൻ്റെ മരണം കൊലപാതകമാണോ എന്നുള്ളത്. കാരണം ഒട്ടേറെ സംശയങ്ങൾ അല്ലെങ്കിൽ ദുരൂഹതകൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ITA ന്യൂസ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രീ സുനിൽ മാത്യു, എന്ത് തോന്നുന്നു? ഈ ഇത്രയും കുപ്രസിദ്ധനായ പല കേസുകളും കൈകാര്യം ചെയ്ത BA ആളൂർ എന്ന് പറയപ്പെടുന്ന പ്രമുഖനായ വക്കീൽ, അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിക്കും. വൃക്ക സംബന്ധമായ അസുഖത്താലാണ് മരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നു. സ്വാഭാവികമായിട്ടുള്ളൊരു മരണമെന്ന് മാത്രമായിരിക്കും ഞാനടക്കം താങ്കളടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ ചിന്ത, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ചിന്ത. പക്ഷേ എവിടെയോ ചില ദുരൂഹതകൾ അതിനകത്തില്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ ആളൂരിൻ്റെ മരണം നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സംശയിക്കാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു കിടപ്പ് രോഗിയൊന്നും ആയിരുന്നില്ല. വെറും ഒരു 53-ാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അസുഖമുണ്ട് എന്ന തരത്തിലുള്ള കാര്യമൊന്നും പൊതുജനത്തിന് അറിയില്ല. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വരെ വളരെ ആക്റ്റീവായിരുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് വളരെ ശക്തമായി വന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായ PG മനു, അഡ്വക്കേറ്റ് PG മനു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ കേസിൽ അദ്ദേഹം ശക്തമായി വന്നിരുന്നു. PG മനു ആത്മഹത്യ ചെയ്യുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ പുറത്തുവിട്ടതാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ആ വീഡിയോ പുറത്തുവിട്ടവരുടെ മേൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ആളൂരിനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആളൂരിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വൃക്കരോഗിയായിരുന്നു. വൃക്ക സംബന്ധമായ രോഗം മോഷിച്ച് ലിസി ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ ഇടവകപ്പള്ളി പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി പോയിരുന്നു. ആ ആഘോഷത്തിന് ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും തുടർന്ന് ഇദ്ദേഹത്തെ ഉടൻ തന്നെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് മരണമടയുകയുമാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ ദുരൂഹ മരണങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ടാർഗറ്റ് ചെയ്യപ്പെട്ട് നടത്തുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ലോ പോയ്സണിങ് നടത്തുന്ന കൊലപാതകത്തിൽ കോമോബിഡിറ്റീസ് ഉണ്ടെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് നൽകി ഉള്ള മരണങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൃദ്രോഗിയാണ് എന്നുണ്ടെങ്കിൽ അത്തരം മെഡിക്കേഷൻസ് ഇപ്പം മദ്യത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ നൽകി കഴിഞ്ഞാൽ അദ്ദേഹം ഹൃദ്രോഗബാധിതനായിട്ടായിരിക്കും മരിക്കുന്നത്. അതുപോലെ തന്നെ വൃക്കരോഗികളാണെങ്കിൽ വൃക്കരോഗം മൂർച്ഛിച്ചായിരിക്കും. അങ്ങനെ അതുപോലെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കോമോബിഡിറ്റീസ് ഉള്ള കേസുകളിൽ അത് അഗ്രവേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള മെഡിക്കേഷൻസ് ചെയ്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കൊലപാതകങ്ങൾ നടന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു പ്രത്യേകത ഇത്തരം ഉണ്ട്. പ്രത്യേകിച്ച് വക്കീലന്മാരെ പോലെയുള്ളവർ, ഇപ്പോൾ അവർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എൻജോയ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പിൽ ഇരിക്കുമ്പോൾ മദ്യത്തിലൂടെയോ അതല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ ഇത്തരം മെഡിക്കേഷൻസ് നൽകിയാൽ അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ആളൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ട്. അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് നമ്മൾ കരുതുന്ന പോലെ 53 വയസ്സുകാരൻ, ആരോഗ്യ ദൃഢഗാത്രൻ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള ശരീരപ്രകൃതി, ഒപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റുള്ള രോഗങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് നേരിട്ടുള്ള കാഴ്ചകളിലൊന്നും ഒരിക്കലും അനുഭവവേദ്യമല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളൂർ പെട്ടെന്നൊരു മരണം സംഭവിക്കുക എന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഒരു ഹൃദയസ്തംഭനം മൂലം, അല്ലേ, അങ്ങനെ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള മരണങ്ങളിലെ സംശയത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയപ്പെടും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതുപോലുള്ള സ്റ്റേജുകൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എത്തുകയും അതുമായി ചേർന്ന് നിന്നുള്ള ഒരു ഫംഗ്ഷനിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും, താങ്കൾ പറഞ്ഞില്ല, പലതരത്തിലുള്ള ശത്രുക്കൾ ധാരാളമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആളൂർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ, നമ്മളിപ്പോൾ ഇത് സാധ്യത മാത്രമാണ് പറയുന്നത്, നമുക്കൊരിക്കലും ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള വശം എന്താണെന്ന് അറിയില്ല, എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് എന്നല്ലേ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിലും, ആളൂരിൻ്റെ മാത്രമല്ല PG മനുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത്തരം ഒരു സംശയത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. കാരണം
പി ജി മനുവിനെയൊക്കെ സംബന്ധിച്ചോളം അത്രയും ഒരു മുതിർന്ന അഭിഭാഷകനാണ്. അവർ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളാണ്. അന്നേരം അത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ കൊണ്ടൊന്നും ഒരു ജീവൻ വെടിയാൻ പാകത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആണോ മനു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആനന്ദവല്ലീശ്വരത്ത് ഈ കേസിൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അവിടെ എത്തുന്നു, കേസുകൾ ഫയലുകൾ പഠിക്കുന്നു, ആ വീട്ടുടമസ്ഥനുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൊന്നും യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോകുവാൻ തക്ക ഒരു തരത്തിലുള്ള ഒരു സിംറ്റംസും അദ്ദേഹം കാണിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. അന്നേരം ഈ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ ട്രയൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വന്നത്. അതുപോലെ ആളൂരും ആ ഒരു കേസിൽ ഇവർ രണ്ടുമാണ് അതിന്റെ പ്രതിഭാഗം വക്കീൽ അഭിഭാഷകരായത്. അന്നേരം ഈ സമയം ഒരു മാസത്തിനിടെ ഏപ്രിൽ 13-ാം തീയതിയാണ് പി ജി മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഇദ്ദേഹവും ഒരു ദുരൂഹമെന്ന് പറയാവുന്ന തരത്തിൽ ആളൂരും ആളൂരും 53-ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായി ഈ മരണത്തെ പുൽകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയത്തിന്റെ നിഴൽ അവിടെയുണ്ട്. സുൽമാത്തി പറഞ്ഞ ഈ ചില സംശയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടമോ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. സ്വാഭാവിക മരണമായിട്ട് ദൈവപ്പെടുകയും അത്തരത്തിൽ ശവശരീരം മറവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. പക്ഷേ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉന്നയിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ചില സംശയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന ഇത്രയും ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല എന്ന് തോന്നപ്പെടുന്ന ആളൂരിന് ഒരു മരണത്തിലേക്ക് പെട്ടെന്ന് എത്തുവാനുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഈ പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണോ എന്നുകൂടി മറ്റുള്ള മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ പ്രായമായ സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം വിവാഹിതനല്ല. അന്നേരം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റാവുന്ന ഇമ്മീഡിയറ്റ് സ്വന്തം അല്ലെ ബന്ധം എന്ന് പറയുന്നത് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ പുറകെ പോകുവാൻ ഒരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പ്രസക്തിയുള്ളൂ. നിലവിൽ ആരും അത്തരത്തിലുള്ള ഒരു പരാതി കുടുംബക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ സുഹൃത്തുക്കളോ ഒന്നും ആരും അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു സ്വാഭാവിക മരണം എന്ന നിലയ്ക്ക് എഴുതി മൃതദേഹം നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ശത്രുക്കൾ എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കേസുകളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു വരവ് തന്നെ അത്തരത്തിലായിരുന്നു. ആരും അറിയാത്ത ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിലല്ലേ അത്തരത്തിലുള്ള കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കേസുകളെ കൈകാര്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു 2011-12 കാലഘട്ടത്തിലെ ഈ സൗമ്യവധവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ആളൂർ എത്തപ്പെടുന്നു. ആളൂർ എവിടെ നിന്നാണ് വന്നത്, ആളൂർ ആരായിരുന്നു, എന്തിനാണ് വന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും കേരളത്തിലെ മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു അഭിമുഖത്തിൽ എവിടെയോ ഇത്തരത്തിലൊരു ചോദ്യം ആളൂരിനോട് ചോദിച്ചപ്പോൾ ആളൂർ പറഞ്ഞത് ഇത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്, അത് പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയത്ത് തന്നെ ഇദ്ദേഹത്തിന് മുംബൈ കണക്ഷൻസ് ഉണ്ട്. മുംബൈയിലെ ചില കോടതികളിൽ ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അവിടെ ചിലരുമായിട്ടുള്ള ഈ ലൈംഗിക കേസുകളിലടക്കം ഇദ്ദേഹം ഇടപെട്ട സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയാവുന്നത് ഇലന്തൂർ നരബലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഉറപ്പിച്ച് പറയാം, അതൊരു നരബലിയല്ല, അതൊരു ഓർഗൻ ട്രേഡ് മാഫിയയുടെ ഒരു കൊലപാതകമാണ് എന്ന് നമ്മൾക്ക് സംശയിക്കാവുന്ന ഒരു കേസാണ്. അന്നേരം അത്തരത്തിലുള്ള പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ഡമ്മി പ്രതികൾക്ക് വേണ്ടി ഹാജരായത് ആളൂരാണ്. അന്നേരം ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധ കൊലപാതകങ്ങളും ഇത്തരം കേസുകളിലും രക്ഷകനായി എത്തുന്നത് ആളൂരാണ്. അന്നേരം ആളൂരിന്റെ ബന്ധങ്ങൾ അന്നേരം ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നു ട്രേഡ് സീക്രട്ട് ആണ് എൻ്റെ ബന്ധങ്ങളെക്കുറിച്ചോ എനിക്ക് ആര് കേസ് നൽകുന്നതോ എന്നൊക്കെ പറയുന്നത് അത് കോൺഫിഡൻഷ്യൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ഇടപെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദുരൂഹമായ വളരെ കുപ്രസിദ്ധി ആർജിച്ച കേസുകളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലൈഫ് ത്രെട്ട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസാക്ഷിയുള്ള ഓരോ മലയാളികളും ശപിച്ച എത്രയോ അവസരങ്ങൾ
ഇപ്പോൾ സൗമ്യയുടെ കൊലപാതക കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയറിൽ നിന്നും അയാളെ രക്ഷിച്ചപ്പോൾ കേരള സമൂഹം ഒന്നാകെ ഇദ്ദേഹത്തെ ശപിച്ചു. അങ്ങനെ ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷിയുള്ള മലയാളികൾ ഇദ്ദേഹത്തെ ശപിക്കുകയും ഇദ്ദേഹത്തിന്റെ വാർത്തകളിലും ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലും ഇന്റർവ്യൂയുടെ എല്ലാ ചുവടിൽ വന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ താങ്കളെയും കാത്തിരിക്കുന്നത് ഇതിലും ഭീകരമായ മരണമായിരിക്കും എന്ന തരത്തിൽ ആളുകളുടെ ശാപവാക്കുകൾ ചൊരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അത് അറം പറ്റുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഈ സൗമ്യയുടെ അമ്മ സുമതി, ആ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ശാപവാക്ക് പറഞ്ഞത്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന ഒരു മരണമാണ്, ഒരു മരണത്തിൽ ഇത്രയേറെ സന്തോഷിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ വേറെ കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരു അമ്മയാണ് സുമതി എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരാൾ കൂടി മരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് ഗോവിന്ദച്ചാമിയാണ്. പക്ഷെ അന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലും അന്ന് കേരളത്തിൽ ഹാജരാകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് ആളൂരിന്റെ വരും. അതാണ് താങ്കൾ പറഞ്ഞ ശാപവചനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കേരളത്തിലുള്ള എല്ലാ അമ്മമാരും ചിലപ്പോൾ സഹോദരങ്ങളും ഒക്കെ ചിന്തിച്ചു കാണും ഇത്തരത്തിലൊരുത്തിന് വേണ്ടിയിട്ട് ആരും അപ്പിയർ ചെയ്യുന്നത്. ആ സാഹചര്യമാണ് സത്യത്തിൽ ആളൂർ മുതലാക്കിയത്. പക്ഷെ ആളൂരിന് അതിന്റെ ശാപം എന്ന് പറയപ്പെടുന്ന താങ്കൾ പറയല്ലേ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ആളൂര് വന്ന് രക്ഷകനാകാറുണ്ട്. ആ ശാപങ്ങളുമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ രക്ഷകനായി, അതായത് ഇത്തരത്തിലുള്ള കുപ്രസിദ്ധി ആർജിച്ച കേസുകളിൽ രക്ഷകനായി എത്തി. ഇപ്പോൾ ഓരോ വക്കീലന്മാർക്കും ഓരോ സ്ട്രാറ്റജികളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷക്കണക്കിന് അഭിഭാഷകരുള്ള ഈ നാട്ടിൽ ആളൂർ എന്ന ബിജു ആന്റണി ആളൂർ എന്ന ആ അഭിഭാഷകൻ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ജനശ്രദ്ധ ആകർഷിച്ചു. മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള അത് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയാകാം. എന്തു തന്നെയാണെങ്കിലും ഇത്തരം കേസുകൾ അദ്ദേഹത്തിലേക്ക് എത്തപ്പെടുകയോ അദ്ദേഹം എത്തിപ്പിടിക്കുകയോ ചെയ്ത കേസുകളിലൂടെ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം വളരെ അപ്രതീക്ഷിതമായ 51-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം കൂടി, ഈ പി ജി മനുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന വിഷയത്തിലൊക്കെ ഈ പറയുന്ന ആ ഒരു കാലുപിടുത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷ്വലുണ്ട്. എനിക്ക് തോന്നുന്നു 6-7 മിനിറ്റ് വരുന്ന ഒരു വിഷ്വലാണ്. ആ വിഷ്വല് എനിക്ക് തോന്നുന്നു എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളടക്കം മുഖ്യധാര മാധ്യമങ്ങളും പുറത്തുവിട്ട സാധനം. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബി എ ആളൂർ അവസാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞതുമാണ്, കേട്ടതുമാണ്. പക്ഷെ ആ ഒരു സംഭവം മാത്രം മതിയോ? അതായത് ഇത്രയൊക്കെ ചെയ്യാൻ പി ജി മനുവിന് കഴിയും. പലതും ചെയ്തിട്ടുണ്ട് പി ജി മനു, അല്ലെ? അങ്ങനെയാണല്ലോ ആ കാല് പിടിക്കുന്ന സീൻ വരെ നമ്മൾ കാണുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിലൊരു ആത്മഹത്യ എന്ന് പറയപ്പെടുന്നതിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ ആ ജീവിതം? ഇവരുടെ രണ്ടിന്റെയും മരണം, ആ ഒരു ദുരൂഹ മരണത്തിൽ എന്തെങ്കിലും ഒരു കൊലപാതകത്തിനുള്ള പോസിബിലിറ്റീസോ പ്രോബിലിറ്റീസോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു അന്വേഷക സംഘമാണ്. അത്തരത്തിലുള്ള ഒരു സംശയം, ഒരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷക സംഘത്തിന് അത് സാധ്യമാകൂ. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മനു ആണെങ്കിലും അതുപോലെ ആളൂരാണെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട ക്ലയന്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്വഭാവം രണ്ടുപേർക്കും പല സാമ്യങ്ങളുണ്ട്. രണ്ടുപേരുടെ പേരിലും പെണ്ണ് കേസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ പോലീസ്, എറണാകുളം സെൻട്രൽ പോലീസ് ആളൂരിനെതിരെയും ലൈംഗികാതിക്രമത്തിന് കേസെടുത്തിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ്, ജഡ്ജിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് പണം വാങ്ങിയതായിട്ടുള്ള ആരോപണമുണ്ട്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുപ്രസിദ്ധി അദ്ദേഹം ഏറ്റെടുക്കുന്ന കേസുകളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡീലുകളിലും എല്ലാം അത്തരത്തിലൊരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലൈസ്ഡ് മരണമാണ് എന്ന് പറഞ്ഞാൽ പോലും തലേദിവസം നടന്ന പാർട്ടി ഇദ്ദേഹം ആരോടൊപ്പമായിരുന്നു, ആ പാർട്ടിയിൽ ഇദ്ദേഹം ആരോടൊപ്പം മദ്യപിക്കുകയും ആഘോഷിക്കുകയും ചെയ്തത്, അത് ആ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അന്നേരം ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം വേണ്ടതല്ലേ? അന്നേരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കാണ് അത്തരം ഒരു സംശയം ഉയരേണ്ടുന്നത്. അത്തരത്തിലൊരു സംശയം ഇപ്പോൾ ഉന്നയിക്കേണ്ടുന്ന ഒരു സമയം എപ്പോഴെങ്കിലും ഉന്നയിച്ചിട്ട് കാര്യമില്ല. സമയം ഇപ്പോഴാണ്. അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയുമായി കുടുംബക്കാരെങ്കിലും മുന്നോട്ട് വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിന്റെ അന്വേഷണം തുടങ്ങാം. അല്ലെങ്കിൽ അന്വേഷണം എത്തി നമ്മൾ ഈ പറയുന്ന പോലെ പോസിബിലിറ്റീസ് ആൻഡ് പ്രോബിലിറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്താം. ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ലഹരി വസ്തുക്കളോടൊപ്പം അകത്ത് പോയിട്ടുണ്ടോ എന്നതടക്കം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു കൊലപാതകത്തിലേക്ക് എത്തുന്നതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇപ്പൊ കലാഭവൻ മണിയുടെ
ദുരൂഹമായ മരണം. കലാഭവൻ മണിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഒരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു. അതുകൂടാതെ അമിതമായ മദ്യപാനം, സിറോട്ടിക് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലും പല പല ദുരൂഹതകൾ അന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. അതും എങ്ങുമായില്ല. ഇത്തരത്തിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉള്ളിൽ ചെന്നതായിരിക്കാം എന്നുള്ളൊരു സംശയം പോലും പ്രകടിപ്പിച്ചിരുന്നു. അന്നേരം ഇദ്ദേഹത്തിന്റെ കേസിലും i2 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംശയിക്കുവാൻ കാരണം അതിന്റെ ഒരു പോസിബിലിറ്റികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്നേരം ഇതിന്റെ സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടുന്നത് അതുമായി ബന്ധപ്പെട്ട പാലകരാണ്. അത് അത്തരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ ഏതെങ്കിലും ഒരു അംശം അതിനകത്തുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിവാഹിതനല്ല, കുട്ടികളില്ല എന്നുള്ളത് ഒഴിച്ചാൽ, പക്ഷെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. ആ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇതൊരു പരാതിയുമായി മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുകയും ചെയ്യാം. കൊലപാതകമാണെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ, അല്ല മരണമാണെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് വിധി എഴുതുകയും ചെയ്യാം, അല്ലേ? അങ്ങനെയല്ല നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കും. ചർച്ചപ്പെടേണ്ട വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം ഇതിനകത്ത് i2 ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സംശയമായിരുന്നു. ആ സംശയം ഞങ്ങൾ പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള കരുത്ത് നമ്മുടെ കേരള പോലീസ് സംവിധാനത്തിനുണ്ട്. പക്ഷെ ഒരു പരാതി കൊടുക്കുക, ആ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളൂരിൻ്റേത് ഒരു സ്വാഭാവിക മരണമായിരുന്നോ അല്ലെങ്കിൽ കൊലപാതകമായിരുന്നോ എന്ന് കണ്ടുപിടിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.